കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് പ്രേക്ഷകർക്കായി എത്തിക്കാനുള്ളത്. കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയാണെന്ന് പോലീസ് പറയുന്നു. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയാണെന്ന് അറസ്റ്റിലായ ആഷിഖും ഷാരിഖും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. റെയ്ഡിനിടെ ഒളിവിൽ പോയ 3ാം വർഷ വിദ്യാർത്ഥിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഞ്ചാവ് വിൽപ്പനക്കാരനായ ഇതര സംസ്ഥാനക്കാരനിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പോളിടെക്നിക് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ് ഇപ്പോൾ കേസിൽ നിർണായകമായിരിക്കുന്നത്. അലി അക്ബർ ഷായുടെ വിശദാംശങ്ങളുമായി അലി, കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. ഇപ്പോൾ അറസ്റ്റിലായവരുടെ മൊഴികളിൽ നിന്ന്, അതായത് പൂർവ്വ വിദ്യാർത്ഥികളായ മുഖ്യകണ്ണികളുടെ മൊഴിയിൽ നിന്ന് വെളിപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനിയും ഇതിൽ ആളുകൾക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് നിഗമനം, അല്ലേ? തീർച്ചയായും വിനീത, ഇന്ന് രാവിലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിലാകുന്നത്. ഇത് ആഷിഖും ഷാലിഖുമാണ്. ഇവരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു. ഇവരിപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഇതുവരെയും ചിത്രത്തിലില്ലാത്ത, പേര് കേൾക്കാത്ത ഒരു 3ാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് ഈ കഞ്ചാവ് കോളേജിനകത്തേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ നിലവിൽ ആഷിഖും ഷാലിഖും കളമശ്ശേരി പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 കിലോ കഞ്ചാവ് കണ്ടെത്തിയ മുറിയിലെ താമസക്കാരനായിരുന്ന ആകാശിനെ പോലീസ് പിടികൂടുകയും അറസ്റ്റ് ചെയ്ത് പിന്നീട് റിമാൻഡിൽ വിടുകയും ചെയ്തിരുന്നു. ആകാശിന് വേണ്ടിയായിരുന്നു ക്യാമ്പസിനകത്തേക്ക് കഞ്ചാവ് എത്തിയത് എന്നതായിരുന്നു ഇതുവരെയും ഉണ്ടായിരുന്ന വിവരം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ പിടിയിലായിരിക്കുന്ന ആഷിഖും ഷാലിഖും ഇപ്പോൾ കളമശ്ശേരി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ആകാശിന് വേണ്ടിയല്ല, മറിച്ച് മറ്റൊരു 3ാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടി, കൊല്ലം സ്വദേശിയായിട്ടുള്ള മറ്റൊരു 3ാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ 2 കിലോയിലധികം വരുന്ന കഞ്ചാവ് ഈ ഹോസ്റ്റലിനകത്തേക്ക് എത്തിച്ചത് എന്നാണ്. ഈ വിദ്യാർത്ഥിയുടെ ആവശ്യപ്രകാരമാണ് തങ്ങൾ ഈ കഞ്ചാവ് എത്തിച്ചത്. പക്ഷേ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഈ 3ാം വർഷ വിദ്യാർത്ഥി ഹോസ്റ്റലിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. ഈ 2 കിലോയിലധികം വരുന്ന വലിയ പൊതി കഞ്ചാവ് പോലീസ് പിടികൂടുന്നത് ആകാശിന്റെ മുറിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് പിന്നീട് ആകാശിനെതിരെ നടപടി അറസ്റ്റ് ചെയ്ത് പിന്നീട് റിമാൻഡിൽ ഉൾപ്പെടെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ ഘട്ടം വരെയും ഈ ചിത്രത്തിൽ എവിടെയും ഉണ്ടാകാതിരുന്ന ഒരു പുതിയ പേര് ഇപ്പോൾ ഇന്ന് രാവിലെ പിടിയിലായിരിക്കുന്ന 2 പേരുടെ മൊഴിയിൽ നിന്നും പുറത്തു വരുന്നു. ഇയാൾക്കായുള്ള അന്വേഷണം വിപുലമായി തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ പറ്റിയുള്ള വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാളുടെ ഫോൺ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത് ഈ ആഷിഖിനും ഷാലിഖിനും ഈ 2 കിലോയിലധികം വരുന്ന കഞ്ചാവ് ലഭിച്ചത്, അല്ലെങ്കിൽ ഇവർക്കിത് നൽകിയത് ആലുവയിൽ താമസക്കാരനാക്കിയിട്ടുള്ള ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ഇയാൾ എവിടെ നിന്നാണ് ഈ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തമല്ല. ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എല്ലാവരും തന്നെ നാട്ടിൽ പോയി മടങ്ങി കേരളത്തിലേക്ക് വരുമ്പോൾ വലിയ തോതിൽ കഞ്ചാവ് ട്രെയിൻ മാർഗവും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ആ നിലയിൽ എത്തിച്ച കഞ്ചാവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇയാളെ ഈ ഘട്ടം വരെയും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന. വ്യക്തമാവുകയാണ്. ഈ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് ആഷിഖിനെയും ഷാരിഖിനെയും പോലെ സ്ഥിരമായി ലഹരി എത്തിക്കുന്നവരിലേക്ക് ഈ കഞ്ചാവ് എത്തുന്നു. അവിടെ നിന്നും ഈ 3ാം വർഷ വിദ്യാർത്ഥിയിലേക്ക് എത്തുന്നു. ആ ഹോസ്റ്റലിൽ വെച്ചുകൊണ്ട് തന്നെ അത് ചെറിയ പാക്കറ്റുകളാക്കി വിതരണം ചെയ്യുന്നതിന് വേണ്ടി തന്നെ, അത് ഓഫർ വിലയിൽ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് കടക്കുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. അപ്പോൾ കൃത്യമായ റൂട്ട് എങ്ങനെയാണെന്ന് വ്യക്തമാവുകയാണ് പോലീസിന്. തീർച്ചയായും വിനീത, ഇതിന്റെ ഒരു ചെയിൻ തെളിഞ്ഞു വരികയാണ്. അതായത് ഹോസ്റ്റലിനകത്തു നിന്നും കഞ്ചാവ് പിടികൂടി. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ 3 പേർ പിടിയിലാകുന്നു. പിന്നീട് ആകാശിനെ റിമാൻഡ് ചെയ്യുന്നു. ആകാശിന് വേണ്ടിയായിരുന്നു കഞ്ചാവ് എത്തിച്ചതെന്നായിരുന്നു ഇതുവരെയുമുള്ള നിഗമനം. പക്ഷേ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ആഷിഖും ഷാരിഖും നൽകുന്ന മൊഴി അനുസരിച്ച് ഇതുവരെയും നമ്മളുടെ വിവരം ലഭിക്കാത്ത ഒരു 3ാം വർഷ വിദ്യാർത്ഥി, കൊല്ലം സ്വദേശിയായിട്ടുള്ള 3ാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് ഈ കഞ്ചാവ് എത്തിച്ചത്. കഞ്ചാവ് കണ്ടെത്തിയത് ആകാശിന്റെ മുറിയിൽ നിന്നായതുകൊണ്ടാണ് ആകാശിനെതിരെ ഇത്തരത്തിൽ നടപടി ഉണ്ടായത്. ഇനി ആ 3ാം വർഷ വിദ്യാർത്ഥിയുടെ പേര് പുറത്തു വരേണ്ടതുണ്ട്. ഇയാളെ ഉടൻ തന്നെ പോലീസിന് പിടിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റുകളിലൊന്ന് അത് ഈ 3ാം വർഷ വിദ്യാർത്ഥിയുടേത് തന്നെയായിരിക്കും. ഇയാൾ നൽകുന്ന വിവരം അനുസരിച്ചായിരിക്കാം ഇനി ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് എത്തുക. അങ്ങനെ എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലെ വിവിധ കലാലയങ്ങളിലേക്ക്, വിവിധ ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ ലഹരി സപ്ലൈ ചെയ്യുന്ന കണ്ണിയിലെ ഏറ്റവും പ്രധാനിയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഇനി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പസിനകത്തേക്ക് ലഹരി ആവശ്യപ്പെട്ട, അതായത് ആഷിഖിനോടും ഷാലിഖിനോടും ഈ 2 കിലോയിലധികം വരുന്ന കഞ്ചാവ് ആവശ്യപ്പെട്ട ഈ 3ാം വർഷ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിന് ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇയാൾ നിലവിൽ ഒളിവിലാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ കൊല്ലം സ്വദേശിയാണ് എന്ന വിവരവും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, ആഷിഖും ഷാലിഖും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി, ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഈ ഹോസ്റ്റലിൽ നിന്നും ഓടിപ്പോയവർ അത് തങ്ങളാണ് എന്ന മൊഴി പോലീസിന് വ്യക്തമായി തന്നെ ആഷിഖും ഷാലിഖും നൽകിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ റെയ്ഡ് നടക്കുമ്പോൾ ചിലരെല്ലാം ഇവിടെ നിന്ന് ഓടിപ്പോയിരുന്നു എന്ന
വിവരം പോലീസ് വ്യക്തമാക്കിയിരുന്നു. ആ ഓടിപ്പോയവർ തങ്ങളാണ് എന്നുമാണ് ആഷിഖും ഷാലിഖും എന്തായാലും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇനി വ്യക്തമാകേണ്ടത് ഈ 3ാം വർഷ വിദ്യാർത്ഥിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാട് എന്ത്, ഇയാൾക്ക് ഈ ലഹരി സംഘങ്ങളുമായുള്ള ബന്ധം എന്ത്, ഈ ക്യാമ്പസിന് പുറത്തേക്കും ഇയാൾക്ക് ഇത്തരത്തിലുള്ള കഞ്ചാവ് ഇടപാടുമായി വിൽപ്പനയുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ ആലുവയിൽ താമസമാക്കിയിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഫോൺ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഈ കണ്ണികളിലേക്ക് 3ാം വർഷ വിദ്യാർത്ഥിയിലേക്കും അയാളിലേക്ക് കഞ്ചാവ് എത്തിച്ച ഈ ഇതര സംസ്ഥാന തൊഴിലാളിയിലേക്കും എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ. വിനീത, ശരി, ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് അലി അക്ബർ ഷാ നൽകിക്കൊണ്ടിരിക്കുന്നത്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ മൊത്തവിതരണക്കാരനായ കഞ്ചാവിന്റെ മൊത്തവിതരണക്കാരനായ 3ാം വർഷ വിദ്യാർത്ഥിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുകയാണ്. ഒപ്പം ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയിലേക്കും അന്വേഷണം നേടുന്നു. ഇവർ രണ്ടുപേരുമാണ് ഇനി പിടിയിലാവാനുള്ള പ്രധാനികൾ എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ അറസ്റ്റിലായവരുടെ മൊഴികളിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അഞ്ജലി ശ്രീജിത രാജ് കൂടി ചേരുകയാണ്. അഞ്ജലി, ഏറ്റവും നിർണായകമായ മൊഴികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പ്രിൻസിപ്പളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയുന്നു. ഇന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ പ്രിൻസിപ്പൽ നൽകിയ കത്ത്, അല്ലെങ്കിൽ ഇവിടെ ലഹരി ഉപയോഗം ഉണ്ടാകാം, ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ലഹരി കൊണ്ടുവരാം എന്ന് കൃത്യമായ കോളേജ് അധികൃതർക്ക് അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഒരു അന്വേഷണവും തെരച്ചിലുമാണ് പോലീസ് നടത്തിയത് എന്ന് വ്യക്തമാവുകയാണ്. അതിൽ നിന്നാണ് ഇത്ര തോതിലുള്ള വലിയ അളവിലുള്ള കഞ്ചാവ് പിടികൂടിയതും അതിന്റെ കണ്ണികളിലേക്കൊക്കെ തന്നെ എത്തുന്നതും. അതെ, തീർച്ചയായും വിനീത. ഈ 12-ാം തീയതി, അതായത് ഈ മാസം 12-ാം തീയതിയാണ് ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ പ്രിൻസിപ്പൽ ഈ പോലീസിന് ഒരു കത്ത് അയക്കുന്നത്. അതായത് 14-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഉച്ച മുതൽ കോളേജിൽ ഹോളി ആഘോഷം നടക്കുകയാണ്. ഇതിനിടയിൽ വലിയ രീതി, അതായത് മദ്യവും മയക്കുമരുന്നിന്റെയും അനിയന്ത്രിതമായ ഉപയോഗം കോളേജ് ക്യാമ്പസിൽ ഉണ്ടാകുമെന്നത് വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിന്റെ പരിസരത്തും കൂടാതെ കോളേജിനുള്ളിലും ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകണമെന്നും പോലീസിന്റെ ഒരു നിരീക്ഷണം ഈ ക്യാമ്പസിനുള്ളിലേക്ക് വെച്ചു പുറപ്പിക്കണമെന്നൊക്കെയായിരുന്നു ഈ കത്തിലുണ്ടായിരുന്നത്. തുടർന്നാണ്, അതായത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ നിർണായക വിവരം പോലീസിന് കൈമാറിയത് പ്രിൻസിപ്പൽ തന്നെയാണ്. ഈ കൂടാതെ ഈ വലിയ രീതി, അതായത് ഓഫറിന്റെ അടിസ്ഥാനത്തിൽ പോലും ഈ കോളേജിൽ വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തുന്നുണ്ടെന്നും ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികൾ ഈ വിദ്യാർത്ഥി നൽകിയ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോളേജിൽ 500 രൂപയ്ക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്നു. എന്നാൽ ഓഫർ അടിസ്ഥാനത്തിൽ നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് 300 രൂപയ്ക്ക് ഈ കഞ്ചാവ് നൽകും. അതായത് 500 രൂപയുടെ കഞ്ചാവ് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ 300 രൂപയ്ക്ക് നൽകും. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പണപ്പിരിവ് കോളേജിൽ നടക്കുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ്. അതായത് പണപ്പിരിവ് കോളേജിൽ നടക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഈ ഒരു കത്തിൽ പ്രിൻസിപ്പൽ പോലീസിന് അയച്ച കത്തിലുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പോലീസിന് ഏറ്റവും, അതായത് ഈ ഒരു കോളേജിലേക്ക് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ പോലീസിനെ എത്തിച്ചത്. കാരണം കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ വിവിധ കോളേജുകൾ, അതായത് പ്രത്യേകിച്ച് എറണാകുളത്തെ കൊച്ചി നഗരത്തിലെ എല്ലാ കോളേജുകളിലും പോലീസിന്റെ ഒരു അന്വേഷണമുണ്ട്, പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. എന്നാൽ ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഇത്തരത്തിൽ ഒരു ലഹരി വ്യാപനം, ഈ കുട്ടികൾക്കിടയിൽ വലിയ രീതിയിൽ ലഹരി ഉപയോഗമുണ്ടെന്നും ഒരു കച്ചവടം എന്ന രീതിയിൽ ലഹരി ഇത്തരത്തിൽ വിപണനം നടത്തിയിട്ടുണ്ടെന്ന വിവരം ഒരു കോളേജ് പ്രിൻസിപ്പൽ തന്നെ, അതായത് ഒരു പക്ഷേ അദ്ദേഹം സഹികെട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു പോലീസിന് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയത് എല്ലാ ആഘോഷ പരിപാടികൾ നടക്കുമ്പോഴും ഇത്തരത്തിൽ പോലീസിന്റെ ഒരു ശ്രദ്ധ കോളേജിൽ ഉണ്ടാകണമെന്ന് കരുതി കത്ത് അയക്കാറുണ്ടെന്നാണ്. പക്ഷേ പണപ്പിരിവടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കത്ത് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിർണായകമായി ഇത്തരത്തിൽ കോളേജിൽ ഇങ്ങനെ ഒരു ലഹരി വിപണനം നടക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വിനീത, ശരി, കത്താണെങ്കിലും അതൊരു പരാതി എന്ന രൂപത്തിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് അവിടെ പരിശോധന നടത്തിയതും ഇപ്പോൾ വലിയ രീതിയിൽ കഞ്ചാവ് പിടികൂടുകയും അറസ്റ്റിലേക്കും മറ്റ് അന്വേഷണത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അലി അക്ബർ ഷായും അഞ്ജലി ശ്രീജിത രാജുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ